അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശമാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന വാക്കിന് പോലും വിലയില്ലാതെയായി. എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ ഇനി മുതൽ സർക്കാർ തീരുമാനിക്കുമെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓൺലൈൻ ഇടങ്ങളിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സഹയോഗ് പോർട്ടലിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇന്റർനെറ്റിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അദൃശ്യമായ സെൻസർഷിപ്പ് എന്നാണ് ഇതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സഹയോഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പോർട്ടൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത്യന്തം അപകടകരമായ ഒരു സെൻസർഷിപ്പ് രീതിയാണ് നടപ്പിലാക്കുന്നത്. സാധാരണഗതിയിൽ IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിന് കൃത്യമായ കമ്മിറ്റികളും പരിശോധനകളും ആവശ്യമാണ്. എന്നാൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സഹയോഗ് പോർട്ടൽ വഴി വളരെ ലളിതമായി പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടിലെ പ്രധാന വെളിപ്പെടുത്തൽ. IT നിയമത്തിലെ മറ്റൊരു പഴുതായ സെക്ഷൻ 79(3)B ഉപയോഗപ്പെടുത്തിയാണ് ഈ ബാക്ക്ഡോർ സെൻസർഷിപ്പ് സർക്കാർ നടപ്പിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അഥവാ I4C ആണ് ഈ പോർട്ടൽ നിയന്ത്രിക്കുന്നത്. പോലീസിനും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ടെലികോം സേവനദാതാക്കൾക്കും നേരിട്ട് നോട്ടീസ് അയക്കാനുള്ള സൗകര്യമാണ് പോർട്ടൽ ഒരുക്കി നൽകുന്നത്. ഒരു പോസ്റ്റ് എന്തിന് നീക്കം ചെയ്തു എന്ന് വിശദീകരിക്കാനോ ആ പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാനോ ഇവിടെ അവസരം ലഭിക്കില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം നിങ്ങളുടെ പോസ്റ്റ് അപ്രത്യക്ഷമാക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കും. പുതിയ ചട്ടങ്ങൾ പ്രകാരം സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ വെറും 3 മണിക്കൂറിനുള്ളിൽ ആ ഉള്ളടക്കം നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ കമ്പനികൾ നിർബന്ധിതരാകുന്നു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പോസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ കമ്പനികൾക്ക് കഴിയില്ല. അതിനാൽ തന്നെ നിയമ നടപടികൾ ഭയന്ന് കമ്പനികൾ സർക്കാരിന്റെ ഏതാവശ്യവും കണ്ണടച്ച് അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ പോർട്ടലിന്റെ രഹസ്യ യൂസർ മാനുവൽ പരിശോധിച്ചാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി വ്യക്തമാകും. ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അഥവാ പങ്കാളികൾ എന്ന നിർവചനത്തിൽ എവിടെയും മാധ്യമ പ്രവർത്തകരെയോ ഉള്ളടക്കം നിർമ്മിക്കുന്നവരെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസും ഉദ്യോഗസ്ഥരും കമ്പനികളും മാത്രം അടങ്ങുന്ന ഒരു രഹസ്യ വലയമാണിത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് യാതൊരു ആശങ്കയുമില്ലെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. X പോലുള്ള വൻകിട കമ്പനികൾ പോലും ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വിശദീകരണങ്ങൾ ഇന്നും ലഭ്യമായിട്ടില്ല. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കുമ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പൗരന്റെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കപ്പെടുകയാണ് എന്ന സത്യമാണ് മറച്ചുവെക്കപ്പെടുന്നത്. വ്യാജ വാർത്തകൾ തടയാനെന്ന വ്യാജേന കൊണ്ടുവരുന്ന ഇത്തരം സഹയോഗ് പോർട്ടലുകൾ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായ വിമർശനങ്ങളെ ഇല്ലാതാക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. എന്താണ് കാണേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും സർക്കാർ തീരുമാനിക്കുന്ന ഒരു കാലത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എന്ന ഗൗരവകരമായ ചോദ്യമാണ് റിപ്പോർട്ട് ഉയർത്തുന്നത്.